തിരുവനന്തപുരം മേയർ ഒരു സുപ്രധാനമായ തീരുമാനമെടുത്തു. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരം നഗര പ്രാന്ത പ്രദേശങ്ങളിലും നഗരത്തിലും പ്രവർത്തിക്കുന്ന സ്പാകളിൽ കൃത്യമായ പരിശോധന നടത്തുക. പോലീസിന്റെ സഹായത്തോടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ കാർമ്മികത്വത്തിൽ കൃത്യമായ പരിശോധന നടത്തി അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകളൊക്കെ അടച്ചുപൂട്ടുക. ശരിക്കു പറഞ്ഞാൽ നഗരമൊന്നാകെ നാടൊന്നാകെ കൈയടിച്ച് പാസാക്കേണ്ട തീരുമാനമാണ് അദ്ദേഹം കൈക്കൊണ്ടത്. മുമ്പ് ഞങ്ങൾ ഒരിക്കൽ ഒരു തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്പായുടെ വാർത്ത കൊടുത്തിരുന്നു. അവിടെ ഇല്ലീഗൽ ബിസിനസ്സുകളാണ് നടക്കുന്നത്, പ്രത്യേകിച്ച് പെൺവാണിഭമാണ് നടക്കുന്നതെന്നായിരുന്നു വിസ്മയ ന്യൂസ് പുറത്തുവിട്ട വാർത്ത. അന്ന് അതിനെ തുടർന്ന് ഞങ്ങൾക്കെതിരെ കേസും വഴക്കുമായി അതിന്റെ മുതലാളി പോയി. എന്നാൽ ഇപ്പോൾ എന്താ ഈ സ്ഥിതി എന്ന് ചോദിച്ചാൽ, ഇത്തരം അനധികൃത സ്പാകൾ നഗരത്തിൽ നടക്കുന്നുണ്ടെന്നും ആ സ്പാകൾക്കെതിരെ അന്വേഷണം വേണമെന്നും നഗരസഭ മേയർ തന്നെ പറയുമ്പോൾ ഞങ്ങൾ കൊടുത്ത വാർത്ത ശരിയാണെന്ന് സമർത്ഥിക്കുക മാത്രമല്ല, അത് ശരിയായിരുന്നു എന്ന വസ്തുത പൊതുജനം കൂടി മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗര സ്ഥിരാകേന്ദ്രത്തിന് സമീപമുള്ള സ്പായിൽ നടന്നത്? അവിടെ ജീവനക്കാരെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം വരുന്നു. തുടർന്ന് ഒരു പെൺകുട്ടി അവിടെ ജോലിക്ക് അപേക്ഷ കൊടുക്കുന്നു. ആ പെൺകുട്ടിയെ അഭിമുഖത്തിന് വിളിക്കുന്നു. അഭിമുഖത്തിനെത്തിയ പെൺകുട്ടിയോട് അവിടെയുള്ള ജീവനക്കാരൻ ആവശ്യപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഫോട്ടോഗ്രാഫ്സ് ആണ്. നിങ്ങളുടെ ചില ഫോട്ടോഗ്രാഫുകൾ കൂടി ഞങ്ങൾക്ക് വേണം. അത് എന്തിനെന്നായി പെൺകുട്ടി. അപ്പൊ പറഞ്ഞു, വരുന്ന കസ്റ്റമേഴ്സിനെ കാണിക്കാനാണ് ഈ ഫോട്ടോഗ്രാഫുകൾ. കസ്റ്റമേഴ്സിന് എന്തിന് എന്റെ ഫോട്ടോ കാണിക്കണം? വരുമ്പോൾ ഞാൻ എന്റെ ജോലി ചെയ്താൽ പോരെ എന്നായി ചോദ്യം. ഉടനെ ജീവനക്കാരൻ ആ പെൺകുട്ടിയെ കൈയേറ്റം ചെയ്യാനും അവരുമായി തർക്കിക്കാനും ഒക്കെ തുടങ്ങും. പെൺകുട്ടി ആ വസ്തുത നേരെ മേയറെ ടെലിഫോണിൽ വിളിച്ച് വിവരം അറിയിക്കുകയാണ്. ടെലിഫോണിൽ വിവരം ലഭിച്ച ഉടനെ തന്നെ മേയർ അതിന് നടപടി സ്വീകരിച്ചു. ആരോഗ്യ വിഭാഗം ജീവനക്കാരെ കൊണ്ട് പരിശോധിപ്പിച്ചു. അപ്പോൾ പരിശോധിപ്പിച്ചപ്പോഴാണ് സ്പർശത്തിൽ നടക്കുന്നത് അങ്ങനെ ഒന്നുമല്ല. അവിടെ നടക്കുന്നത് ക്രോസ് മസാജ്. സ്പാകളിൽ പുരുഷന്മാർ പുരുഷന്മാരെ മസാജ് ചെയ്യണമെന്നും സ്ത്രീകളെ മസാജ് ചെയ്യണമെന്നും കൃത്യമായ നിയമവ്യവസ്ഥയുണ്ട്. മറ്റേതെങ്കിലുമൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലോ അതായത് നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ ക്രോസ് മസാജിംഗ് ഒക്കെ ഒരുപക്ഷെ നിയമവിധേയമായിരിക്കാം. ഏതായാലും നമ്മുടെ സംസ്ഥാനത്ത് അത് നിയമവിധേയമായ കാര്യമല്ല, നിയമലംഘനമാണ്. അപ്പോ ക്രോസ് മസാജിംഗ് നടക്കുന്നുണ്ട്. ഇതിന്റെ ലൈസൻസ് ആരുടെ പേരിലാണെന്ന് ചോദിച്ചാൽ, ഒരു 2 മുറിയുള്ള സ്ഥാപനത്തിന് 1 മുറിക്ക് ലൈസൻസ് ഉണ്ട്. ആ മുറിയുടെ ലൈസൻസ് ഉള്ളത് ഒരു മനോഹരനാണ്. അത് അക്കാര്യത്തെക്കുറിച്ച് ജീവനക്കാർക്ക് ആർക്കും തന്നെ അറിയില്ല. തുടർന്നാണ് തലസ്ഥാനത്തുള്ള മറ്റ് സ്പാകൾ കൂടി പരിശോധിച്ച് നിയമവിധേയമല്ലാത്ത എന്തെങ്കിലും ഇല്ലീഗൽ ബിസിനസ്സുകൾ, പ്രത്യേകിച്ച് പെൺവാണിഭം നടക്കുന്നുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്ന്, അതിന് തക്കതായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് മേയർ ആവശ്യപ്പെട്ടതും നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ സ്പായുടെ ഇതേ കേസ് തിരുവനന്തപുരത്ത് നടന്ന സംഭവം നമുക്ക് തിരുവല്ല പശ്ചാത്തലമാക്കിയോ എന്ന് ചിന്തിച്ചാലോ? അവിടെ വെന്തലക്കരയിലെ ഒരു സ്പായിൽ സ്ത്രീകളാണ് സ്പാ നടത്തുന്നത്. നിയമവിധേയമായിട്ടാണ് എല്ലാം നടക്കുന്നത്. അവിടെ ധാരാളം കസ്റ്റമേഴ്സും വരാറുണ്ട്. സ്ത്രീകൾ തന്നെ നേതൃത്വത്തിൽ നടക്കുന്ന സംഭവമാണ്. അപ്പോ ആ സ്പായ്ക്ക് തൊട്ട് സമീപത്ത് മറ്റൊരു സ്പായുണ്ട്. ധാരാളം സ്പാകൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അതിൽ ഒരു സ്പാ നടത്തുന്നത് കാപ്പ കേസ് പ്രതിയാണ്. അതായത് ഒരു ഇൻബോൺ ക്രിമിനലാണ് അത് നടത്തുന്നത്, അതിന്റെ ഉടമസ്ഥൻ. അപ്പോൾ അയാള് ആണ് തിരുവല്ലയിലെ മറ്റ് സ്പാകളിൽ നിന്ന് ഹഫ്ത പിരിച്ച്, അതായത് മാസപ്പടി പിരിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ സംതൃപ്തരാക്കുന്നത്. അയാളുടെ സ്പായിലേക്ക് പോലീസ് റെയ്ഡും മറ്റും നടക്കരുത്. അയാൾക്ക് ഇങ്ങനെ ഇല്ലീഗൽ ബിസിനസ് നടത്തണം. അവിടെ ക്രോസ് മസാജിങ് ഉണ്ടായിരിക്കാം, പെൺവാണിഭം നടക്കുന്നുണ്ടാകാം. അതിനൊക്കെ മറ സൃഷ്ടിക്കുന്നതിന്, പോലീസിന്റെ സഹായം ലഭിക്കുന്നതിന് ആണ് ഇയാൾ മറ്റു സ്പാകളിൽ നിന്നും ഗുണ്ടാപ്പിരിവ് നടത്തിയത്. അങ്ങനെ ഈ സ്ത്രീകൾ നടത്തുന്ന സ്പായിൽ നിന്ന് ഇയാൾക്ക് ഗുണ്ടാപ്പിരിവ് കൊടുക്കാൻ വിസമ്മതിച്ചു. ആ കാശ് തരില്ല എന്ന് അവർ പറയുന്നു. അതിനെ പ്രതിരോധിക്കാൻ, ആ സ്ത്രീകളെ ഇല്ലായ്മ ചെയ്യാൻ, സ്ത്രീകളുടെ സ്ഥാപനം തകർക്കാൻ വേണ്ടിയാണ് മരണം സുബിൻ എന്ന് പറയുന്ന മറ്റൊരു കാപ്പാക്കസ് പ്രതിയെയും മറ്റ് ഗുണ്ടകളെയും ചേർത്ത് അങ്ങോട്ടേക്ക് വിടുന്നത്. ഈ ഗുണ്ടകൾ അവിടെ പോയി പൈസ പിരിക്കൽ മാത്രമാണോ ചെയ്തത്? പൈസ ചോദിച്ച് വഴക്കാകുന്നു. അതിനുശേഷം അവിടുത്തെ സ്ത്രീകളെ ഇവർ ഉപദ്രവിക്കുന്നു. അതിന് ശേഷമാണ് ഈ മരണം സുബിന് ഒരു യുവതിയെ പിടിച്ചുകൊണ്ടുപോയി അകത്തെ സ്പായിലെ കിടക്കയിൽ ബലാത്കാരമായി തള്ളിയിട്ട് കഴുത്തിൽ കത്തി വെച്ച ശേഷം ബലാത്സംഗം ചെയ്യുന്നത്. ഇത് തിരുവല്ലയിൽ നടന്നത്.
നമ്മുടെ നാട് കേരളം എന്ന നമ്മുടെ സ്വന്തം ദൈവത്തിന്റെ സ്വന്തം നാട് പോകുന്ന പോക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇമാതിരിയുള്ള കുറ്റകൃത്യങ്ങളും ഇല്ലീഗൽ പ്രവർത്തനങ്ങളും സമൂഹത്തിന്റെ മുന്നിലെത്തിക്കാൻ, പൊതുജന മധ്യത്തിലെത്തിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഈ ഓൺലൈൻ മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കുകയും ഇവർ കാശിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, ഇവർ ഞങ്ങളേതാ ഹരാസ ചെയ്യുന്നു എന്ന തരത്തിൽ ഇങ്ങനെ മാനനഷ്ട കേസും മറ്റും കൊടുക്കുന്ന ആളുകൾ അറിയാൻ വേണ്ടി പറയുകയാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം പുഴുക്കുത്തുകളെ പുറം ലോകത്തെ അറിയിക്കാനും അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ വാർത്തകൾ കൊടുക്കുന്നത്. ഇപ്പോ തിരുവനന്തപുരം നഗരത്തിലെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. തിരുവല്ലയിൽ നടന്നത് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായി കാണുമില്ല. അപ്പോൾ ഇത്തരം ഇല്ലീഗൽ സംഭവങ്ങൾ നടന്നാൽ തീർച്ചയായും നിങ്ങളും പ്രതികരിക്കണം. പ്രതികരിച്ചിട്ട് ഞങ്ങളെപ്പോലുള്ള മാധ്യമ സ്ഥാപനങ്ങളെ അറിയിക്കണം. ഞങ്ങളെപ്പോഴും സത്യത്തിനും നീതിക്കും ഒപ്പം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ്.